DMK നേതാക്കളായിട്ട് വളരെ വ്യക്തിബന്ധമുള്ള ആളാണ് താങ്കൾ. അവരെ വിട്ടുപോയത് ഇനി എങ്ങനെ മുന്നണിയെ ബാധിക്കും? അവർ വിട്ടുപോയത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് ഇന്ന് യോഗത്തിൽ സംസാരിച്ച പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞു. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായപ്പെട്ടു. അത് മാത്രമല്ല, അവരുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ചർച്ച നടത്തണമെന്നും അവരുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നടപടികൾ സ്വീകരിക്കണമെന്നും അടുത്ത യോഗങ്ങളിൽ അവരുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തണമെന്നുള്ള അഭിപ്രായം പൊതുവെ ഇവിടെ ഉയർന്നു വന്നു. ഞാൻ പറഞ്ഞപ്പോഴും ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് DMKക്ക് ഒരുപാട് ഗ്രീവൻസ് ഉണ്ട്. അവരെ ഒരിക്കലും നമ്മളൊരു പാർട്ടി അപ്പുറത്തേക്ക് ആട്ടിപ്പായിക്കാൻ പാടില്ല. ഇപ്പോൾ 2023 ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കപ്പെട്ടപ്പോൾ നിതീഷ് കുമാർ ഇതിൻ്റെ ഭാഗമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ അതിന്ന് അഖിലേഷ് യാദവും അതുപോലെ തന്നെ തേജസ്വി യാദവും കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് നിതീഷ് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാം മോഡി ഗവൺമെൻറ് എന്നുള്ള ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യം UPയുടെയും ബീഹാറിലെയും ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കൾ അവിടെ അടിവരയിട്ട് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു ദുരന്തമായിട്ട് DMK കാണാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ DMKയുടെ 22 MP ലോകസഭയിലുണ്ട്, രാജ്യസഭയിലും 8-9 MP ഇവരൊക്കെ വരുന്ന പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ നിർണായകമായൊരു ശക്തിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം.